എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് ഫോർത്ത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരത്തിനകം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ് ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 21 അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ, അതായത് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് 21 പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ വെബ്സൈറ്റിൽ നിന്നും നിങ്ങളുടെ ഈ ഒരു പ്രിൻ്റ്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക്, അതായത് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി, അതായത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതായത് ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ ഐഡിയും, അതായത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലായിട്ട് തന്നെ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്, അതായത് അലോട്ടഡ് എന്നും അതുപോലെ വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഏത് കോളേജിൽ, ഏത് കോട്ടയിലാണ്, എത്രാമത്തെ ഓപ്ഷനാണ്, ഏത് കോളേജ്, ഏത് കോഴ്സിലാണ് കിട്ടിയത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ടാവുക. ഒന്ന് ഓൺലൈനായിട്ടും ഒന്ന് ഓഫ്ലൈനായിട്ട് അടക്കാനുള്ള 2 മെത്തേഡാണ് ഉണ്ടാവുക. ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈനിന് പകരം നിങ്ങൾ ഓഫ്ലൈൻ മോഡ്, അതായത് ചലാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫീ പേയ്മെൻറ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ചലാൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ പേര്, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, ഇതുപോലുള്ള ഡീറ്റെയിൽസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതും എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാങ്ക് വഴിയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ വന്നതായിട്ട് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. NOC സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കില്ല. NOC തരാത്ത കോളേജ് ആണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.